നമസ്കാരം. യുഎസിന്റെ 30 ദിവസത്തെ ഉക്രൈൻ വെടിനിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ചുള്ള തന്റെ ആദ്യ അഭിപ്രായത്തിൽ സംഘർഷം പരിഹരിക്കാനുള്ള ശ്രേഷ്ഠമായ ദൗത്യത്തിന് ഡൊണാൾഡ് ട്രംപിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റ് ലോക നേതാക്കൾക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നന്ദി അറിയിച്ചു. ലക്ഷ്യത്തിലേക്കുള്ള എല്ലാ നേതാക്കളുടെയും ശ്രമങ്ങൾക്ക് ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെങ്കോയോടൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പുടിൻ ഇക്കാര്യം പറഞ്ഞത്. യുദ്ധം നിർത്തുന്നതിനുള്ള യുക്രൈൻ്റെ സന്നദ്ധതയെ സംബന്ധിച്ചിടത്തോളം ഞാനതിനെ എങ്ങനെ കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയാം. എന്നാൽ യുക്രൈൻ ഒത്തുതീർപ്പിൽ ഇത്രയധികം ശ്രദ്ധ ചെലുത്തിയതിന് അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം ആഭ്യന്തര കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് പുടിൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, ബ്രസീൽ, ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് എന്നിവയുടെ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്ര നേതാക്കൾ ഈ വിഷയം കൈകാര്യം ചെയ്യുകയും അവരുടെ ധാരാളം സമയം ഇതിനായി ചെലവഴിക്കുകയും ചെയ്യുന്നു. ശത്രുതയും ജീവഹാനിയും അവസാനിപ്പിക്കുക എന്ന മഹത്തായ ദൗത്യം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനം നടത്തുന്നതെന്ന് അദ്ദേഹം തുടർന്നു പറഞ്ഞു. കഴിഞ്ഞ മാസം വൈറ്റ് ഹൗസിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി മോദി ആവർത്തിച്ചു. രാജ്യം നിഷ്പക്ഷമല്ല, മറിച്ച് സമാധാനത്തിന്റെ പക്ഷത്താണ് എന്ന് പറഞ്ഞു. ഇന്ത്യ നിഷ്പക്ഷമല്ല, ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണ്. ഇത് യുദ്ധത്തിന്റെ യുഗമല്ല. യുദ്ധക്കളത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. എല്ലാ സമാധാന സംരംഭങ്ങളെയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമത്തെയും പിന്തുണയ്ക്കുന്നതായി മോദി പറഞ്ഞിരുന്നു. 2022 ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പ്രധാനമന്ത്രി മോദി ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായും പുടിനുമായും നിരവധി തവണ സംസാരിക്കുകയും സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും യുദ്ധം സമാധാനപരമായി പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ശക്തിപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന 22ാമത് ഇന്ത്യ റഷ്യ ഉഭയകക്ഷി സമ്മേളനത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പുടിനെ മോസ്കോയിൽ കണ്ടുമുട്ടി. ഓഗസ്റ്റിൽ ഉക്രൈനിലേക്കും യാത്ര ചെയ്തു. രണ്ട് അവസരങ്ങളിലും സമാധാനത്തിലേക്കും പുരോഗതിയിലേക്കുമുള്ള പാതയിൽ സജീവമായ പങ്കുവഹിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് പറഞ്ഞു. അതേസമയം യുഎസിന്റെ വെടിനിർത്തൽ നിർദ്ദേശത്തോട് പുടിൻ സമ്മതിച്ചു. പക്ഷേ ഒന്നിലധികം വിശദീകരണങ്ങളും വ്യവസ്ഥകളും മുന്നോട്ട് വെച്ചു. ഏതൊരു കരാറും സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ അഭിസംബോധന ചെയ്യണമെന്ന് അദ്ദേഹം വാദിച്ചു. സൗദി അറേബ്യയിൽ വാഷിംഗ്ടണും കീവും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഉക്രൈൻ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കുകയായിരുന്നു. യുഎസിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനമെടുത്തതെന്ന് പുടിൻ പറഞ്ഞിരുന്നു. വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ നിബന്ധനകൾ നിശ്ചയിക്കുന്നതിനെ കുറിച്ചുള്ള പുടിന്റെ അഭിപ്രായങ്ങൾക്ക് ശേഷം റഷ്യ ശരിയായ കാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് പറഞ്ഞു. എന്നിരുന്നാലും ഈ പരാമർശങ്ങൾ സെലൻസ്കിയെ പ്രകോപിപ്പിച്ചു. പുടിൻ ഈ നിർദ്ദേശം നിരസിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും ട്രംപിനോട് അത് പറയാൻ ഭയപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.